ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെക്കേഷന് ഒരു യാത്ര പോയതാണ് കേട്ടോ. അതായത് ആമയുടെ ബർത്ത്ഡേ അന്ന് May 9th ഞങ്ങളൊന്ന് പോയതാണ് കേട്ടോ ഈ ഒരു യാത്ര. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അമ്മയും അച്ഛനെയൊക്കെ കൂട്ടിയിട്ട്. ആമയുടെ ബർത്ത്ഡേ അവിടെയാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മളിന്ന് ക്യൂൻസ്ലാൻഡിലേക്കാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതേ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഹസ്ബൻഡ് പണ്ട് ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ കൊള്ളാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. നാട്ടിൽ നിന്ന് അനിയനും വൈഫും ഒക്കെ വരുമ്പോൾ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അമ്മയും അച്ഛനെയും കൊണ്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൊച്ചിയിലെ വണ്ടർലാ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്, നമ്മുടെ വീഗാലാൻഡ് പോലെ തന്നെയാണ് കേട്ടോ. അതൊരു അമ്യൂസ്മെന്റ് പാർക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ വന്നിട്ട് സ്വന്തം വണ്ടി ഉള്ളവർക്കാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ സൈഡിൽ കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റ് വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഒരുപാട് റൈഡ്സ് ഉണ്ട്, 51ഓളം റൈഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ. അപ്പോൾ അതേ നമ്മൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഹസ്ബൻഡ് ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്, നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളിന് 1000 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു സീസൺ സമയത്ത് ബുക്ക് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ ഇവിടെ 750 രൂപയാണ് ആവുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് എടുത്തത് കൊണ്ടാണ് 1000 റുപ്പീസ് ആയത് അഡൽട്സിന്. കിഡ്സിനാണെന്നുണ്ടെങ്കിൽ 650 രൂപയാണ് സാധാരണ റേറ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ 850ഓളം രൂപയോളം ആയിട്ടുണ്ട്. ടാമിക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. കുട്ടികളുടെ സൈസൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ വന്നത്. പക്ഷെ എന്നാലും ഇവിടെ കൗണ്ടറിൽ വന്നിട്ട് ആ ടിക്കറ്റ് ഫോണിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവരുള്ളിലേക്ക് കയറ്റി വിടത്തുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു നോട്ടീസ് തരും. അപ്പോൾ ആ പേപ്പറിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്, എത്ര റൈഡ്സ് ആണുള്ളത്, കുട്ടികൾക്ക് ഏതൊക്കെയാണുള്ളത്. അതുപോലെ തന്നെ പുറകു വശത്തൊരു മാപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കി നമുക്ക് ഓരോ റൈഡ്സിലായിട്ട് നടന്ന് കയറി പോകാം കേട്ടോ. അപ്പോൾ ആമിയാണ് ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ സ്ഥലത്ത് പോകണം, എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിതേ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ 2.5 അടിക്ക് താഴോട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, ഫ്രീ ആണ് കേട്ടോ. തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പാമിക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് വരുമ്പോൾ തന്നെ കയ്യിൽ നമുക്കൊരു ബാൻഡ് ഇട്ട് തന്നേക്കും. അത് ഇട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരേക്കും ആ ബാൻഡ് സൂക്ഷിച്ച് വെച്ചേക്കണം, കളയാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ആദ്യം തന്നെ കയറിയിരിക്കുന്നത് ഈ ഫ്രീ ഫാൾ ടവറിലേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല പേടിച്ചിട്ടാണ് കയറിയത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മേലേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് താഴേക്ക് വിടുവാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ജീവനൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നത്, നല്ല പേടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് ഇങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പേടിയൊന്നും ഇല്ല കേട്ടോ. ഹസ്ബൻഡ് ഇതൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. പക്ഷെ എന്നാലും ഞാനും കൂടി ട്രൈ ചെയ്യാനൊക്കെ കയറും, പക്ഷെ ഫുള്ള് പേടിച്ച് കുറച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്പേസ് ഷിപ്പിലേക്ക് കയറി. അങ്ങനെ അവിടെയും നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം കൊണ്ട് നല്ല റഷാണ് ഈ ഒരു സമയത്ത്. അങ്ങനെ ഞങ്ങൾ സ്പേസ് ഷിപ്പിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉണ്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ ചെന്നൈയിൽ ഈ സമയത്ത് മഴയേ പെയ്യത്തില്ല. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് നമ്മളിവിടെ പോയ ദിവസം, അതായത് May 9th നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെയ്ത മഴ ആയതുകൊണ്ട് തന്നെ തോർന്നതും ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ റൈഡ്സും ക്ലോസ്ഡ് ആക്കി. അങ്ങനെ പിന്നെ നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ആമിയാണെങ്കിൽ ഉള്ളിലുള്ള, അതായത് നനയാത്ത ഭാഗത്തുള്ള റൈഡ്സ് ഒക്കെ ഓപ്പൺ ഉള്ളതിലൊക്കെ ഞങ്ങൾ മാക്സിമം കയറ്റാനായിട്ട് ശ്രമിച്ചേട്ടാ. കുറേ കഴിഞ്ഞപ്പോൾ അവർ അതും ഓഫ് ചെയ്തിട്ടു. കാരണം എല്ലാത്തിലും ഇലക്ട്രിസിറ്റിയിലാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം മഴ പെയ്യുന്ന സമയത്ത് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം അവർ ഓഫ് ചെയ്തിടുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ മഴ തോരുന്നത് വരെ കാത്തു നിന്നിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചായയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഇതേ പിന്നെ ഫ്രണ്ടിലോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ചാറ്റൽ മഴയേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും അമ്മ കുടയും കൊണ്ടാണ് നാട്ടിൽ നിന്ന് വന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നിൽക്കുക
ഇരിക്കേണ്ടി വന്നു കേട്ടോ കയറി. കാരണം ഭയങ്കര ഒരു നിരാശയായിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ 10 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് തന്നെ. അപ്പോൾ 10 മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 6:30 വരെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത് നോർമൽ ഡേയ്സിൽ. അപ്പം നമ്മൾ രാവിലെ കറക്റ്റ് 10 മണിക്ക് ഇവിടെ എത്തുവാണെങ്കിൽ 6:30-ക്കുള്ളിൽ നമുക്ക് എല്ലാ റൈഡ്സിലും കയറിയിട്ട് പോരാൻ പറ്റും കേട്ടോ. കാരണം 51ഓളം റൈഡ്സ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും കയറണമല്ലോ. അപ്പോൾ കറക്റ്റ് ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നാലേ പറ്റുള്ളൂ. ഇതുപോലെ മഴ ചതിക്കുകയാണെങ്കിൽ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ നമ്മളെ മഴ ചതിച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റില്ല. അതൊരു വലിയൊരു വിഷമമായി. പിന്നെ ഞങ്ങൾ ഓർത്തു ഈ വെയിലത്താണ് ഇവിടെ വന്നിരുന്നെങ്കിൽ ചൂട് കാരണം നമുക്ക് പല സ്ഥലങ്ങളിലും കയറാനും ബുദ്ധിമുട്ട് തോന്നുമല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ മഴ പെയ്തത് ഒരു കണക്കിന് നന്നായി എന്ന് ഞാനും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആമിയെ കൊണ്ടുപോയി അവളുടെ ചെറിയ റൈഡ്സിലൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് ദേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി. അപ്പോൾ അതിനകത്ത് തന്നെ വെജ് റെസ്റ്റോറൻറ്റും നോൺ വെജും ഉണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊന്നും കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത ഭക്ഷണം തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അലൗഡ് അല്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭക്ഷണമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ മിക്കവാറും എല്ലാ റൈഡ്സും ക്ലോസ്ഡ് ആണ് കേട്ടോ. നമുക്ക് ഒന്നിലും തന്നെ സത്യം പറഞ്ഞാൽ കയറാൻ പറ്റില്ല. വളരെ ചുരുക്കം റൈഡ്സിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ടും മഴ ഒന്ന് തോർന്നു നിന്നിട്ട് വീണ്ടും മഴ റീസ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ നേരം വെറുതെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടർ റൈഡ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 51 ഡ്രൈ ആൻഡ് വെറ്റ് റൈഡ്സ് ആണ് ഉള്ളത്. അതിൽ 33 അഡൾട്ട്സിനും അതുപോലെ തന്നെ 18 റൈഡ്സ് ചിൽഡ്രൻസിനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ഫാൾ ടവർ, സെന്റ് റോക്സ്, ഹിമാലയൻ വാട്ടർ റൈഡ്, കേബിൾ കാർ, ഇത്രയാണ്. അപ്പം നമ്മൾ ഫ്രീ ഫാൾ ടവറിൽ ഫസ്റ്റിൽ തന്നെ കയറി. പിന്നെ സെന്റ് റോക്സിൽ കയറിയായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് കണ്ട് ഞാൻ പേടിച്ചു പോയി. അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഹിമാലയൻ വാട്ടർ റൈഡിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അത് മഴയായ കാരണം കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കേബിൾ കാറിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് 4ഉം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മളിതിൽ 3 എക്സ്പീരിയൻസ് ചെയ്തത്. നന്നായിട്ട് പേടിക്കുന്നതാണ് കേട്ടോ. പിന്നെ നയാഗ്ര വാട്ടർഫാൾസ് ഉണ്ട്. അവിടെയൊന്നും ഓപ്പൺ ആയിരുന്നില്ല. കാരണം മഴയായ കാരണം കൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഇന്ത്യാന ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൈഡിലേക്കാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ നല്ലതായിട്ട് പേടിച്ചു. പക്ഷെ എൻ്റെ അച്ഛനൊന്നും ഒട്ടും പേടിച്ചില്ല കേട്ടോ. ഇത് ഡാർക്ക് ഹൗസ് ആണ്. അപ്പോൾ നമ്മളെ ഒരു ഇങ്ങനെ ട്രെയിൻ പോലത്തെ ഒരു സംഭവത്തിനകത്ത് ഇരുത്തി കൊണ്ടുപോകും. അപ്പോൾ പോകുന്ന വഴിയിൽ അകത്ത് ഓരോരോ ഇങ്ങനെ പേടിക്കുന്ന സംഭവങ്ങൾ, ഈ ഡ്രാക്കുളയും പിന്നെ പാമ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരും. ഫുള്ളായിട്ട് ഇരുട്ടായിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പം അമ്മ ദേ ഇങ്ങനെ പേടിച്ചിരിക്കണം. അപ്പം എൻ്റെ ഹസ്ബൻഡ് കളിയാക്കുന്നതാണ് അമ്മയെ, ചുടല യക്ഷി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പറഞ്ഞപ്പോൾ കടല യക്ഷി എന്നായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന് ചിരിച്ചു മരിച്ചു അതൊക്കെ കേട്ടിട്ട്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പേടിച്ചൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം നേരെ ഞങ്ങൾ ബോട്ടിങ്ങിലാണ് കയറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ നമ്മൾ കയറേണ്ട റൈഡുകളാണ് കേട്ടോ. പക്ഷേ നമുക്ക് മഴയായ കാരണം കൊണ്ട് ഓപ്പൺ ചെയ്തേക്കുന്ന ഏതാണോ അതിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. മഴ ഒന്ന് തോർന്നു നിന്നപ്പോൾ ബോട്ടിങ്ങിന്റെ അവിടെ ഓപ്പൺ ആക്കി. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം ബോട്ടിങ്ങിന്റെ സെക്ഷനിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല സേഫ്റ്റിയോട് കൂടി തന്നെ നമുക്ക് ആ ഒരു ബോട്ടിങ്ങിന്റെ ജാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ ശ്രദ്ധിച്ചാണ് അവർ കയറ്റുള്ളൂ. വളരെ കുഞ്ഞു മക്കളെയൊന്നും കയറ്റത്തില്ല കേട്ടോ. തീരെ കൈക്കുഞ്ഞുങ്ങളെയൊന്നും കയറ്റത്തില്ല. ഒരു 2-3 വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങളെ മാത്രമാണ്, ഇതൊന്നും 5 വയസ്സിന് മേലെയാണെന്ന് തോന്നിട്ട്, അങ്ങനെയുള്ള കുട്ടികളെ മാത്രമാണ് അകത്തേക്ക് കയറ്റത്തുള്ളൂ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ബോട്ടിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും പൂവാറ് റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഇതുപോലെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര പേരുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ആണ് ബോട്ടിൽ കയറ്റുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും പേരുള്ളൊരു ബാച്ചിലായിട്ടാണ് നമ്മൾ പോയേക്കുന്നത്. അങ്ങനെ ബോട്ടിലുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ ചെന്നൈയിൽ ഇത്രയും തിരക്ക് പിടിച്ച ഈ ഒരു മെട്രോ സിറ്റിക്ക് അകത്ത് ഇങ്ങനെ ഒരു സംഭവം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം 70 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കാണ് കേട്ടോ. 2003 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്കായിരുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. കാരണം 1000 റുപ്പീസിന് ഇത്രയും റൈഡ്സിൽ കയറുക എന്ന് പറയുന്നത് അത് വർത്തായിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ്. പിന്നെ അതേ നമ്മൾ കയറിയിരിക്കുന്നത് സെന്റ് റോക്സിലേക്കാണ്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ
ഞാൻ നല്ല പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും പേടിയില്ല കേട്ടോ. അവിടെ പാട്ടൊക്കെ വെച്ചേക്കുന്ന കേട്ടിട്ട് പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സെൻട്രോക്സ് അല്ല, ഇത് സെൻട്രോക്സിന്റെ ചെറിയൊരു സംഭവമാണ്. സെൻട്രോക്സ് വേറെയാണ് കേട്ടോ. അത് നല്ലോണം പേടിയാവും നമുക്ക്. പിന്നെ നമ്മൾ ആമിയും കൂടി 1-2 റൈഡ്സിലൊക്കെ കേട്ടിട്ട് നേരെ വീഡിയോ ഗെയിംസിലേക്ക് വന്നിട്ടുണ്ട്. വീഡിയോ പ്ലാസയിൽ. അപ്പോൾ ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം കുറേ വർഷം പഴക്കമുള്ളതാണല്ലോ ഈ ഒരു പാർക്ക്. അപ്പം അതിൻ്റെതായ മെയിൻ്റനൻസ് പണികളൊന്നും അവർ ചെയ്യാതെയാണ് ഇട്ടേക്കുന്നത്. ഈ വീഡിയോ ഗെയിമിൽ മാത്രം ഒരുപാട് ഇത് ഗെയിം കളിക്കുന്നത് ഒന്നും തന്നെ വർക്ക് ആവുന്നില്ല കേട്ടോ. വെറുതെ അങ്ങനെ ഇട്ടേക്കുക. അതുപോലെ തന്നെ നമുക്കൊരു കോയിൻ തരും. ആ കോയിൻ ഇട്ടിട്ട് വേണം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോൾ എറിയുന്ന സംഭവമാണ് കേട്ടോ. ശരിക്കും ഞങ്ങളെപ്പോലെ തന്നെ അവരും കുട്ടികളായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ വേണം നമ്മളത് ഫുള്ളായിട്ട് ഇട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. ഈസി ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തെങ്കിലും അച്ഛനാണ് 3 തവണ അതിൽ ജയിച്ചത്. ഞാൻ 1 തവണ ജയിച്ചു, ഹസ്ബൻഡ് 2 തവണ. ആമിക്കും അമ്മയ്ക്കും എത്ര കളിച്ചിട്ടും അതിന്റെ ഒരു വശം പിടി കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ആമി അവിടെ കിടന്ന് വിഷമിച്ചേട്ടാ. കാരണം അവൾക്ക് സങ്കടം വന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ കേബിൾ കാറിൽ പോകാനാണ് കേട്ടോ. നമ്മുടെ കേബിൾ കാറാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഹസ്ബൻഡും എന്നോട് നേരത്തെ പറഞ്ഞിരുന്നിട്ട് ഇവിടെ നമ്മുടെ കേബിൾ കാറിൽ എന്തായാലും മസ്റ്റായിട്ട് കയറണം, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന്. കാരണം ഹസ്ബൻഡ് ഇവിടെ വന്നപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ സ്കൂൾ സമയത്ത് വന്ന ആ ഒരു ട്രിപ്പാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഈ കേബിൾ കാറിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറയുകയുണ്ടായി, വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വീണ്ടും വന്നേക്കുവാണെന്നൊക്കെ. അപ്പൊ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് കുറേ ദൂരം ഈ ഒരു വാട്ടറിന്റെ ഇതുവഴി പോകാൻ പറ്റും. നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്തില്ലേ അതുവഴി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പാർക്കിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കേബിൾ കാർ സർവീസ് ഇവിടെയാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ഏറ്റവും റിസ്കി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ കയറുന്ന സമയത്ത് ഈ കേബിൾ കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ പെട്ടെന്ന് വേണം ചാടി കയറണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അവിടെ ആൾക്കാരെ നിപ്പുണ്ടെങ്കിലും നമ്മളത് കോൺഷ്യസ്ലി അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയായിരുന്നു. കാരണം അമ്മയൊക്കെ കയറിയ സമയത്ത് നന്നായിട്ട് പേടിച്ചിട്ടാണ് കയറിയത്. അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും പുറകിലോട്ട് കാല് വെച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് ചുരിദാർ ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. സാരിയൊക്കെ ഉടുക്കുന്നേക്കാളും ഷോളൊന്നും ഇല്ലാതെ ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ജീൻസ് ഞാൻ ഇട്ടിട്ട് വന്നത്. ആമിക്കാണെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഓൾറെഡി നിങ്ങൾ പോയിട്ടുള്ളവരായിരിക്കാം, ചിലപ്പോൾ ഇനി കേട്ടിട്ടുള്ളവരായിരിക്കാം ഇതിനെക്കുറിച്ചൊക്കെ. പക്ഷെ പോയിട്ടില്ലാത്തൊരു വൺസ് എന്തായാലും നിങ്ങൾ ലൈഫിൽ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് റൈഡ്സിലൊക്കെ കയറാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെയും 1-2 റൈഡ്സിലൊക്കെ കയറിയിട്ട് വന്നേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പോയിട്ടുള്ള ഒരു റൈഡിൽ ആ ഒരു ബെല്ലിന്റെ ഒരു സംഭവം കണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ രാവിലെ പോയപ്പോൾ മഴയായ കാരണം കൊണ്ട് ക്ലോസ് ചെയ്തിരുന്നതാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ പോയായിരുന്നു കേട്ടോ. പിന്നെ ആമിക്കുള്ള ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു, അവിടെയും കയറി. അവിടെയും രാവിലെ മഴ പെയ്തപ്പോൾ ക്ലോസ് ചെയ്തിരുന്നു കേട്ടോ. വൈകുന്നേരം മഴ തോർന്നപ്പോൾ അവിടെ ഓപ്പൺ ചെയ്ത് തന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആമിയെ അവിടെ കയറ്റി. പിന്നെ കുട്ടികൾക്കുള്ള റൈഡ്സിലാണ് കൂടുതലും കയറ്റി. ആമിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം കുട്ടികൾക്കുള്ള മിക്കവാറും ഉള്ള എല്ലാ റൈഡും ക്ലോസ്ഡ് ആക്കി അവർ മഴ പെയ്ത സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വൈകുന്നേരത്തിന് ശേഷം എല്ലായിടത്തും അവളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തായിരുന്നേ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അവിടെ കുട്ടികളോട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് ഞങ്ങളിതേ ഹിമാലയൻ വാട്ടർ റൈഡിലേക്ക് വന്നു. ശരിക്കും ഇവിടെ 3 മണിക്കോ 4 മണിക്കോ എന്തോ ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, ക്ലോസ് ചെയ്തതാണ് കണ്ടത്. അപ്പോൾ അത് ഹസ്ബൻഡിന് ഭയങ്കര ഒരു നിരാശയുണ്ടാക്കി. ഹിമാലയൻ വാട്ടർഫാൾസിൽ കയറാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. മഴ പെയ്ത കാരണം കൊണ്ടാണ് അവരവിടെ ക്ലോസ് ചെയ്ത് വെച്ചത്. ഇടയിൽ മഴ തോർന്നപ്പോൾ അവിടെ ഓപ്പൺ ആക്കി. ആ സമയത്താണ് നമ്മൾ കേബിൾ കാറിന്റെ സെക്ഷനിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴേക്കൊണ്ട് ആമിക്ക് കാർ ഡ്രൈവിങ്ങിന്റെ ആ ഒരു സെക്ഷനിലേക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെ വീണ്ടും രണ്ടാമത് അവിടേക്കൊന്ന് കയറ്റിയായിരുന്നു. അപ്പോൾ ഇവിടെ രാത്രി ഇന്ന് 7:30 വരെ ഉണ്ട് കേട്ടോ. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട്, വെക്കേഷൻ ആയതുകൊണ്ട് 7:30 വരെയാണ് ഇപ്പോഴത്തെ സമയം. ഇല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ 6:30ക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോളിഡേയ്സിലും വെക്കേഷൻ സമയത്തും ഒക്കെ രാവിലെ 10 മണി തൊട്ട് രാത്രി 7:30 വരെയാണ് സമയം കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ
രാവിലെ ഒരു 10 മണിക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കയറിയിട്ട് പോരാം കേട്ടോ. നമുക്കിപ്പോൾ മഴയായ കാരണം കൊണ്ട് കുറേ സ്ഥലത്തൊന്നും കയറിയിട്ടില്ല, എന്നാലും നമ്മൾ മാക്സിമം എല്ലാത്തിലും കയറി. അപ്പോൾ എല്ലാത്തിലും കുട്ടികളെ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആമിയെ അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മാത്രം കയറിയ റൈഡ്സും ഉണ്ട്. പിന്നെ എനിക്ക് പേടിയുള്ളതിലൊക്കെ ഹസ്ബൻഡ് മാത്രം കയറുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. നിങ്ങളിവിടെ ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി മാപ്പിലൊന്ന് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് ഇവിടെ വരാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്, രാവിലെ മഴയായ കാരണം കൊണ്ട്. അപ്പോൾ 2003 വന്നിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ ആണ്, മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരണം. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. അമേരിക്കൻ വേ പൂളും നയാഗ്ര വാട്ടർഫാൾസും അതുപോലെ തന്നെ വാട്ടർ സ്ലൈഡേഴ്സും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് മഴ ചതിച്ചത് കൊണ്ട് നമുക്ക് അവിടെ എങ്ങും കയറാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങളോടൊപ്പം നിങ്ങളും ഈ ഒരു യാത്ര എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം 7:30 മണിയായപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അവിടെ നിന്ന് കാറ് ബുക്ക് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴും കാറിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഊബറിൽ കാറ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ എൻജോയ് ചെയ്തു, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.